ആഴ്ചകളായി തുടരുന്ന കനത്ത മഴയിൽ കേരളത്തിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. എന്താ രമേശ് സാറേ രാവിലെ മഴയത്ത്? മഴക്കാലമൊക്കെ അല്ലേ, ആരോഗ്യ പ്രവർത്തനം. എന്താ ഇത്? ഓ, ഇവിടെ ഇപ്പൊ എന്നാ ശുചിയാക്കാനാ? കുറച്ച് നോട്ടീസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ആരോഗ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് കളയുന്ന കാശൊക്കെ ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് തന്നിരുന്നെങ്കിൽ ഒരു നേരത്തെ കഞ്ഞി കുടിക്കായിരുന്നു. ഇവിടെ തന്നെ കൊണ്ടുവന്നിടണം. വല്യമ്മേ, ഇവിടെ വല്യമ്മ ഒറ്റയ്ക്കാണോ താമസം? അയ്യോ, എന്നാ സാറേ? ഈ വീടും പരിസരമൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നാ മതിയോ? ഇങ്ങനെ വെള്ളമൊന്നും കെട്ടിക്കിടന്നുകൂടാ. ഇറങ്ങിക്കോടെ ഇവിടുന്ന്. നിങ്ങളെ കൊറേ നാളായി ഞാൻ നോക്കിയിരിക്കുന്നു. ഞാൻ ആരോഗ്യവകുപ്പിന്നാ. നമ്മുടെ വീടും പരിസരമൊക്കെ വെള്ളം കെട്ടിക്കിടന്ന അതിൽ കൊതുക് മുട്ടയിടും, നമുക്ക് തന്നെ രോഗങ്ങൾ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. തല്ലി ഓർക്കണ്ടെങ്കിൽ ഇറങ്ങി പൊക്കോ. ചേട്ടോ, ഞാനേ ആരോഗ്യവകുപ്പിന്നായിരുന്നു. അതിനിപ്പോ ഞാൻ വേണം? അല്ല, ഈ പനിയൊക്കെ പടരുന്ന സമയതുകൊണ്ടേ ഈ വീടും പരിസരമൊക്കെ ഇങ്ങനെ. എന്റെ വീടും പരിസരമൊക്കെ നോക്കാനേ എനിക്കറിയാം. താൻ തന്റെ പണി പോയി നോക്ക്. അവനവന്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് കേട്ടില്ലായിരുന്നോ? കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഓ, ഇനി പരിസരം ശുചിയാക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലുപരി രോഗം വരാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടത്. മോന് നല്ല പനി. നോക്കട്ടെ, ശരിയാണല്ലോ. ആഴ്ചകളായി തുടർന്ന കനത്ത മഴയ്ക്ക് ശേഷം പൊട്ടിപ്പുറപ്പെട്ട പകർച്ചപ്പനി ഇന്ന് കേരളം വിഴുങ്ങിയിരിക്കുകയാണ്. കൂടുതൽ രോഗികളുടെ തിരക്കാണ് ഇപ്പോൾ ജില്ലയിലെ ഓരോ ആശുപത്രിയിലും അനുഭവപ്പെടുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചപ്പനി നമ്മുടെ പഞ്ചായത്തിലും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനായി നാം രൂപവൽക്കരിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ടൈഗർ ഹണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പിൽ നിന്നും ഞങ്ങളുടെ സ്കൂളിൽ സാറുമാർ വന്ന് ഞങ്ങൾക്ക് ബോധവൽക്കരണം തന്നിട്ടുണ്ട്. മോനെ, ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാം, മക്കൾക്ക് പോലും സ്വന്തം അമ്മമാരെ വേണ്ടാത്ത ഈ കാലത്ത് തൽക്കാലം എല്ലാ സുഖാവും വരെ എന്റെ കൂടെ നിൽക്കാം.